നമസ്കാരം. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച അതീവ ഗുരുതരമായിട്ടുള്ള കേസിൽ പ്രതിക്ക് അനുകൂലമായി കോടതിയിൽ നിലപാടെടുത്ത തിരുവനന്തപുരം ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ടി ഗീനാകുമാരിയെ സർക്കാർ പദവിയിൽ നിന്നും അടിയന്തരമായിട്ട് നീക്കം ചെയ്തു. പോലീസ് തയ്യാറാക്കിയ കൃത്യമായ കണ്ടെത്തലുകളും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിന്റെ കർശന നിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രതിക്ക് കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാനായിട്ട് പ്രോസിക്യൂഷൻ ഒത്തുകളിച്ചുവെന്ന കടുത്ത കണ്ടെത്തലിനെ തുടർന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേരിട്ടുള്ള ഇടപെടലുണ്ടായത്. സർക്കാരിനെയും പോലീസിനെയും പൂർണ്ണമായും പ്രതികൂട്ടിലാക്കുന്ന രീതിയിലാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചതെന്ന തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു മിന്നൽ നടപടി. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഗീനാകുമാരിയെ ചുമതലകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള സർക്കാർ ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കുകയും ചെയ്തു. മുൻ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിലും പാർട്ടി തണലിലും ഇനിയും നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യാമെന്ന് കരുതുന്നവർക്കുള്ള ശക്തമായിട്ടുള്ള താക്കീതായാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു നീക്കത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നത്. വിവാദപരമായിട്ടുള്ള ഈ കേസിൽ 9ാം പ്രതിയും ഡിവൈഎഫ്ഐ പ്രവർത്തകനുമായിട്ടുള്ള ഹരീഷ് കുമാറിന് തിരുവനന്തപുരം കോടതിയിൽ നിന്നും വളരെ എളുപ്പത്തിൽ ജാമ്യം അനുവദിക്കപ്പെട്ടതാണ് മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും ഒരുപോലെ പ്രകോപിപ്പിച്ചത്. വധശ്രമം ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിക്ക് യാതൊരു കാരണവശാലും ഇടക്കാല ആശ്വാസമോ ജാമ്യമോ നൽകരുതെന്ന് പോലീസ് കോടതിയിൽ ശക്തമായി ആവശ്യപ്പെട്ടു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ ഇത് അനിവാര്യമാണെന്നും കാണിച്ചുകൊണ്ട് 13ഓളം വ്യക്തമായ കാരണങ്ങൾ നിരത്തിയാണ് സിറ്റി പോലീസ് കോടതിയിൽ പ്രത്യേക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. എന്നാൽ കോടതിയിൽ വാദം നടന്ന സമയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി പോലീസിൻ്റെയും അന്വേഷണ സംഘത്തിൻ്റെയും ഈ റിപ്പോർട്ടിന് തികച്ചും വിരുദ്ധമായതും പ്രതിക്ക് അനുകൂലമായതുമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ലെന്ന് അവർ കോടതിയെ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയായിരുന്നു. മുൻപ് നിലവിലിരുന്ന LDF ഭരണകാലത്തെ ശീലങ്ങൾ മുൻനിർത്തി സ്വന്തം പാർട്ടി അണികളെയും പ്രവർത്തകരെയും സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങളെയും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനെയും ദുരുപയോഗം ചെയ്യുന്ന പഴയ ശൈലി ഇപ്പോഴും തുടരാൻ ശ്രമിച്ചതാണ് ഇവിടെ ജില്ലാ പ്രോസിക്യൂട്ടർക്ക് കനത്ത തിരിച്ചടിയായി മാറിയത്. പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായ ഈ മനഃപൂർവ്വമായിട്ടുള്ള ദുർബല നിലപാട് പ്രതിഭാഗത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കുകയും പ്രതിക്ക് കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ജാമ്യ ഉത്തരവ് സമ്പാദിക്കാൻ ഇടയാക്കുകയും ചെയ്തു. മുൻപ് SFI സംസ്ഥാന വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ CPIM സഹയാത്രികയുമായിരുന്ന ഗീനാകുമാരി പോലീസിനെ പൂർണ്ണമായിട്ട് നിസ്സഹായരാക്കുന്ന രീതിയിലാണ് കോടതിയിൽ പെരുമാറിയത്. അന്വേഷണ സംഘത്തെ വഞ്ചിച്ച് പ്രതികളെ സഹായിക്കുന്ന രീതിയിൽ നിലപാടെടുത്ത പ്രോസിക്യൂട്ടർക്കെതിരെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സർക്കാരിന് അടിയന്തരമായിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. മുൻ ഭരണകാലത്തെ രാഷ്ട്രീയ തണലിൽ എന്തും ചെയ്യാമെന്ന അഹങ്കാരത്തിലാണ് പുതിയ UDF സർക്കാർ ഇപ്പോൾ ഈ കർശന നടപടിയിലൂടെ ഇവർക്ക് പൂട്ടിട്ടിരിക്കുന്നത്. നിയമവ്യവസ്ഥയും അതോടൊപ്പം തന്നെ പോലീസിനെയും സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കായിട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ച മുൻ ഭരണകൂടത്തിൻ്റെ ആളുകൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ. പ്രതികൾക്ക് നിയമസഹായം നൽകേണ്ട പ്രോസിക്യൂട്ടർ തന്നെ രക്ഷകയായി ഇവിടെ മാറിയത് ആഭ്യന്തര വകുപ്പിന് പൊതുസമൂഹത്തിൽ വലിയ നാണക്കേട് ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഗീനാകുമാരിയെ പദവിയിൽ നിന്നും മാറ്റിയതുകൊണ്ട് മാത്രം ഈ വിവാദപരമായിട്ടുള്ള വിഷയങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് സർക്കാർ തയ്യാറല്ല. കീഴ്ക്കോടതിയിൽ നിന്നും പ്രതിക്ക് ലഭിച്ച ജാമ്യം റദ്ദാക്കുന്നതിനായിട്ട് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനായിട്ട് വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നടത്തി വരികയാണ്. ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഈ പ്രത്യേക അപ്പീൽ ഹർജിയിൽ പോലീസിനെ ചതിക്കുകയും കേസ് അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്ത മുൻ പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ കൂടി പ്രതിക്കൂട്ടിലാക്കി എതിർകക്ഷിയാക്കാനാണ് സർക്കാരിൻ്റെ നീക്കമെന്നാണ് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. സ്വന്തം അണികളെയും നേതാക്കളെയും രക്ഷിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന പഴയ രീതിക്ക് വിപരീതമായിട്ട് തെറ്റ് ചെയ്താൽ സ്വന്തം പ്രോസിക്യൂട്ടർ ആയാൽ പോലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് കടുത്ത നിലപാടിലാണ് ഇപ്പോൾ പുതിയ ഭരണകൂടം. അതേസമയം സർക്കാരിൻ്റെ ഈ കടുത്ത നടപടികൾക്കെതിരെ ശക്തമായ പ്രതിരോധവുമായിട്ട് അഡ്വക്കേറ്റ് ടി ഗീനാകുമാരിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള തൻ്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും കേസ് കൈകാര്യം ചെയ്ത പോലീസിൻ്റെ കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് താൻ കോടതിയിൽ വാദിച്ചതെന്നും കാണിച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിലൂടെ വിശദീകരണം നൽകുകയുണ്ടായി. എന്നാൽ ഇത് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ LDF കേന്ദ്രങ്ങൾ നടത്തുന്ന വെറും അടവ് നയം മാത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്. ഗീനാകുമാരിയെ പദവിയിൽ നിന്ന് തെറിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ കേസിൽ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും മുഖം രക്ഷിക്കാൻ നിയമരംഗത്ത് വലിയ പരിചയസമ്പത്തുള്ള മറ്റൊരു പ്രമുഖ അഭിഭാഷകനെ തന്നെ മുഖ്യമന്ത്രി കളത്തിലിറക്കിയിരുന്നു. കേരളത്തെ നടുക്കിയ കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസ്, ചെറിയതുറ വെടിവെപ്പ് കേസ് തുടങ്ങിയ പ്രമുഖമായ അനേകം കേസുകളിൽ സർക്കാരിന് വേണ്ടി കോടതികളിൽ ശക്തമായി വാദിച്ചു വിജയിച്ച മുൻ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് A സന്തോഷ് കുമാറിനെയാണ് പുതിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ ഇവിടെ നിയമിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികളുടെ ജാമ്യാപേക്ഷകൾ വരും ദിവസങ്ങളിൽ കോടതി പരിഗണിക്കാനിരിക്കെ ഇനിയൊരു വീഴ്ചയും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്ന കർശന നിർദ്ദേശത്തെ തുടർന്നാണ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിൻ്റെ ഈ അടിയന്തര നിയമനം നടന്നിരിക്കുന്നത്. മുൻ ഭരണകാലത്ത് രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട്
നീതിന്യായ വ്യവസ്ഥയെയും പ്രോസിക്യൂഷൻ സംവിധാനങ്ങളെയും തകിടം മറിച്ച ശൈലിക്ക് പൂർണ്ണമായും അറുതി വരുത്താനാണ് സർക്കാർ ഇവിടെ ലക്ഷ്യമിടുന്നത്. പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിലൂടെ കോടതിയിൽ കടുത്ത നിയമപോരാട്ടം നടത്തി പ്രതികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനാണ് ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനം. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നവർ എത്ര വലിയ ഉന്നതരായാലും അവർക്കെതിരെ ശക്തമായ കർശന നടപടി ഉറപ്പാണെന്ന് തെളിയിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഈ നീക്കം കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്.